എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വഴുതനങ്ങ ഉപ്പേരിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഉപ്പേരി ഉണ്ടാക്കാനായി ഞാൻ ഈ വഴുതനങ്ങയുടെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴുതനങ്ങയിൽ ഉണ്ടാകുന്ന കറ കളയാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതും കടുക് പൊട്ടിച്ചെടുക്കുക, ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും വഴണ്ടി വന്നാൽ മതിയാവും. ഇനി അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് അധികം സമയം തന്നെ ഇളക്കി കൊടുക്കേണ്ടി വരും. വഴുതനങ്ങയിലേക്ക് ചൂട് തട്ടുന്നോറും അത് ചുരുങ്ങി വരും. അതേപോലെ തന്നെ കഷ്ണത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തു വരാൻ തുടങ്ങും. എന്നിട്ട് ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കാരണം ഇടയ്ക്കൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷെ ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും വെളിച്ചെണ്ണയും തൂവിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. നിങ്ങളും ഇങ്ങനെയാണോ വീട്ടിൽ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കുക? അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാവേ. എല്ലാവർക്കും നന്ദി.